എല്ലാവർക്കും നമസ്കാരം. ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൗമാര വികാസ വെല്ലുവിളികളും കൗമാര മാനസിക രോഗങ്ങളുമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൗമാര വളർച്ചയെക്കുറിച്ചിട്ടാണ് വളർച്ചയെക്കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ഇത്തവണ നമ്മൾ കൗമാര വികാസ വെല്ലുവിളികളും അതുപോലെ തന്നെ കൗമാര മാനസിക രോഗങ്ങളും. കൗമാരകാലത്ത് ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള വളർച്ച കുട്ടി വിധേയമാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കുട്ടി കുടുംബതലത്തിൽ, വ്യക്തിതലത്തിൽ, കൂട്ടുകാരുടെ സാമൂഹിക തലത്തിൽ, അക്കാദമിക തലത്തിൽ, വൈകാരിക തലത്തിൽ, അതുപോലെ ലൈംഗിക തലത്തിൽ കുട്ടി നിരവധിയായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. ഇത് നിരന്തരമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ മാതാപിതാക്കൾക്ക് ഇത് കുട്ടിയെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കുടുംബതലത്തിൽ കുട്ടി നേരിടുന്ന വെല്ലുവിളികളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാം ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 12, 13, 14 വയസ്സിനെയാണ് ഒന്നാം ഘട്ടം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ കുട്ടി മാതാപിതാക്കളിൽ നിന്ന് അകന്ന് കൂട്ടുകാരിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമുണ്ടാകും. ഈ ഘട്ടത്തിൽ അമ്മമാർ ആൺകുട്ടികളെ കുറിച്ചിട്ട് പറയുന്നൊരു പരാതിയുണ്ട്. 7ാം ക്ലാസ് വരെ അവൻ എൻ്റെ ചുറ്റിനും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഞാൻ എൻ്റെ കൂടെ എപ്പോഴും അവനുണ്ടായിരുന്നു. ഇപ്പോൾ 8ാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് അവൻ വീട്ടിൽ വന്ന് ബുക്ക് മുറിയിലേക്ക് എറിഞ്ഞിട്ട് ഓടി അടുത്ത വീട്ടിലേക്ക് പോകും. അടുത്ത വീട്ടിൽ അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ എനിക്ക് അവനെ കാണാൻ കൂടി കിട്ടുന്നില്ല. അത്രയ്ക്കും ആ കുട്ടിയുമായിട്ടാണ് അവന് അടുപ്പം കൂടുതൽ. ഇങ്ങനെയാണ് ആൺകുട്ടികളെ സംബന്ധിച്ച് അമ്മമാർ പറയുന്ന ഒരു പ്രത്യേകത കുടുംബതലത്തിൽ. അതുപോലെ പെൺകുട്ടികളെ കുറിച്ചിട്ട് അമ്മമാർ പറയുന്നത് 7ാം ക്ലാസ് വരെ അവൾ നല്ല കുട്ടിയായിരുന്നു, ഇപ്പോൾ 8ാം ക്ലാസ് ആയപ്പം തൊട്ട് ബുക്ക് തുറന്ന് വെറുതെ ഇരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, നീ എന്താണ് പഠിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടും, മറുപടി പറയത്തില്ല, ദേഷ്യപ്പെടുന്നതായിരിക്കും രീതി. അപ്പോൾ ഇങ്ങനെ സ്വഭാവത്തിൽ വലിയ മാറ്റം സംഭവിച്ചതാണ്. അപ്പോൾ ഈ കൗമാരകാലത്തിൽ കുടുംബതലത്തിൽ കുട്ടികൾ മാതാപിതാക്കളുമായി നിരന്തര തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സ്വഭാവ രീതിയായിരിക്കും ഉണ്ടാകുന്നത്. കൗമാര വികാസത്തിൽ 2ാം ഘട്ടത്തിൽ ശാരീരിക വളർച്ച തുടരുന്നതിനോടൊപ്പം മാതാപിതാക്കളെയും മറ്റുള്ള കുടുംബാംഗങ്ങളെയും വിമർശന ബുദ്ധിയാ നിരീക്ഷിക്കുന്ന രീതിയിലുള്ള സ്വഭാവ രീതി വളർന്നു വരും. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, തർക്കിച്ചുകൊണ്ടേയിരിക്കും, സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏകദേശം എല്ലാ കൗമാരക്കാരിലും. പക്ഷേ ഇവിടെ ഒരു കാര്യം കാണുന്നത്, ചില മാതാപിതാക്കൾ പറയും എൻ്റെ കുട്ടി അങ്ങനെ തർക്കിക്കാറൊന്നുമില്ല അങ്ങനെ പറയും. അങ്ങനെ പറയുന്നതിലൊരു കാര്യമില്ല. യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചോദ്യം മനസ്സിലില്ലെന്നല്ല, ചോദിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിൽ ചോദ്യം ഇല്ലെന്നല്ല. ചില കുട്ടികൾ ചോദിച്ച് ശീലിക്കുന്നുണ്ടാവും. ചില കുട്ടികൾ കുടുംബത്തിലെ പ്രത്യേകമായ പേരൻറ്റിങ്ങിൻ്റെ സാഹചര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് ഉത്കണ്ഠയായിരിക്കും ഉള്ളത്. അതുകൊണ്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെന്നാണ് അർത്ഥമാക്കേണ്ടുന്നത്. അപ്പം ഈ ഘട്ടത്തിൽ 2ാം ഘട്ടത്തിൽ ഈ പറഞ്ഞ 15, 16 പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ശിലായുഗത്തിലാണ് ജീവിക്കുന്നത്. താൻ മാത്രമാണ് മാറ്റങ്ങൾക്കനുസരിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നത്. മാതാപിതാക്കൾക്ക് തനിക്കെതിരാണ്, തനിക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല, തന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഇത്തരത്തിലുള്ള ചിന്താഗതികൾ കൗമാര കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2ാം ഘട്ടത്തിൽ 15, 16 വയസ്സ് പ്രായത്തിൽ കുട്ടികൾക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അങ്ങനെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൗമാരഘട്ടത്തിൽ ഈ കുട്ടികൾ ഇങ്ങനെ തർക്കിക്കുകയും വഴക്കൂടുകയും ചെയ്യുമ്പോഴത്തേക്ക് ഈ കൗമാര വിഷയത്തിൽ അവബോധമില്ലാത്ത മാതാപിതാക്കൾ വലിയ തോതിൽ സംഘർഷം, മാനസിക ഉത്കണ്ഠ അനുഭവിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഇവരുടെ സ്വാഭാവികമായ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചിട്ട് അറിയാവുന്ന മാതാപിതാക്കളുണ്ട്. അവരെ കാണുന്നുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടും മാതാപിതാക്കൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾ ഉത്കണ്ഠ അനുഭവിക്കുന്നുണ്ട് കൗമാരക്കാരായ കുട്ടികളുടെ. അതുപോലെ തന്നെ കൗമാരക്കാരും കുടുംബത്തിനകത്തുള്ള ഈ സംഘർഷത്തിൽ അവർ വിഷമം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു 3ാം ഘട്ടം എത്തുമ്പോഴത്തേക്ക് 17, 18 വയസ്സാകുമ്പോഴത്തേക്ക് മാതാപിതാക്കളോടൊപ്പം കുട്ടി ചേർന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വതന്ത്ര വ്യക്തിയായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് അവരുടെ പ്രാധാന്യം അംഗീകരിച്ച് കൊടുക്കുകയും അതേസമയത്ത് സ്വതന്ത്ര വ്യക്തിയായി മാറുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ രീതിയിലേക്ക് 3ാം ഘട്ടത്തിൽ 17, 18 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടി എത്തുകയും ചെയ്യും. അപ്പോൾ ഈ അവസരത്തിൽ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നതിനൊരു ചോദ്യം അവർ ചോദിക്കുന്ന ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൗമാരക്കാർ ചെയ്യേണ്ടത് എന്താണ്? അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ചോദ്യത്തിനർത്ഥം മാതാപിതാക്കളുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതിനല്ല അവരും ഇഷ്ടപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അത് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതാണ്.
അതേസമയം മാതാപിതാക്കളുമായി സൗഹൃദത്തിൽ പോകുന്നതിന് എന്താണ് വഴിയെന്നുള്ള ഒരു ചോദ്യം അവർ ചോദിക്കുന്നതിൽ നിന്ന് നമുക്ക് അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി കൗമാരക്കാർ വ്യക്തിതലത്തിൽ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് ഒന്നാം ഘട്ടത്തിൽ കുട്ടി ശാരീരിക വളർച്ചയോടൊപ്പം തന്നെ ശരീരത്തിൽ മീശ വളരുന്നു, താടി വളരുന്നു, ശബ്ദത്തിലൊരു മാറ്റം ഉണ്ടാകുന്നു. ഇത്തരം രീതിയിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചിട്ട് കൗമാരക്കാരിൽ താല്പര്യവും അതുപോലെ തന്നെ ശരീരചിന്തയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ സമാനമായ ശാരീരിക മാറ്റങ്ങൾ പെൺകുട്ടികളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികളിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകും. ഇതുപോലെ കൗമാരക്കാർ ആൺകുട്ടിയും പെൺകുട്ടിയും സ്വകാര്യമായി മുറിയിൽ തങ്ങളുടെ ശരീര വളർച്ചയിലുണ്ടായ മാറ്റങ്ങൾ ദർശിക്കുകയും അത് എക്സ്പ്ലോർ ചെയ്യുകയും അതുപോലെ തന്നെ ആസ്വദിക്കുകയും ചെയ്യുന്ന പ്രവണത കൗമാരക്കാരിൽ ഒന്നാം ഘട്ടത്തിൽ വളർന്നു വരും. രണ്ട് കൂട്ടരിൽ ഇതുപോലെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. രണ്ടാം ഘട്ടമാകുമ്പോഴത്തേക്ക് ബാത്റൂമിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന രീതി ആൺകുട്ടികളിലും പെൺകുട്ടികൾ കൗമാരക്കാരിൽ ഈ പ്രായത്തിൽ രണ്ടാം ഘട്ടത്തിൽ 15-16 വയസ്സിൽ ബാത്റൂമിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്വഭാവ രീതി കൂടുതലായിട്ട് വികസിച്ച് വരും. ഈ ഘട്ടത്തിൽ അമ്മമാരും മാതാപിതാക്കൾ പറയുന്ന ഒരു പ്രധാന പരാതിയുണ്ട്. അവനല്ലെങ്കിൽ അവൾ എപ്പോഴും ബാത്റൂമിൽ കയറിയാലും മണിക്കൂറുകളോളം ബാത്റൂമിൽ ചെലവഴിക്കുന്നു. എന്താണ് അവരെ ബാത്റൂമിൽ ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ വയ്യ. എപ്പോഴാണ് ബാത്റൂമിൽ കയറിക്കഴിഞ്ഞാൽ കൊട്ടേണ്ടുന്നത്, അരമണിക്കൂർ അനുവദിച്ചാൽ മതിയോ 15 മിനിറ്റ് അനുവദിച്ചാൽ മതിയോ എന്ന രീതിയിലുള്ള തർക്കങ്ങൾ മാതാപിതാക്കൾക്കിടയിൽ ഈ സാഹചര്യത്തിൽ ഉണ്ടാകാറുണ്ട്. അത്തരം പരാതികൾ നമുക്ക് ആശുപത്രിയിൽ കുട്ടികളുമായി വരുമ്പോൾ അവർ ഉന്നയിക്കാറുണ്ട്. അതുപോലെ ആൺകുട്ടിയെ പറ്റി ഒരമ്മ പറഞ്ഞ ഒരു ഇതാണ്, സാധാരണ പെൺകുട്ടികളല്ലേ കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. പക്ഷേ ഇവിടെ എൻ്റെ പത്തി പഠിക്കുന്ന മോൻ ഏത് സമയത്തും കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ചരിഞ്ഞു നിന്ന് നോക്കും, നേരെ നിന്ന് നോക്കും. അപ്പോൾ ആൺകുട്ടികളിൽ ഇത്തരത്തിൽ കണ്ണാടിയുടെ മുമ്പിൽ സമയം ചിലവഴിക്കുന്ന പ്രവണത ഉണ്ടോ എന്നുള്ളതൊരു സംശയത്തോടുകൂടി ആശ്ചര്യത്തോടുകൂടി ഒരു അമ്മ ഒരിക്കൽ ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അതുപോലെ വ്യക്തിതലത്തിൽ കുട്ടികൾക്ക് ഈ സാഹചര്യത്തിൽ താൻ എങ്ങോട്ട് പോകുന്നു, തന്നിൽ എന്തുകൊണ്ടാണ് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ സ്വത്വബോധം എന്നിവയെക്കുറിച്ചിട്ടുള്ള നിരന്തര ചിന്തകൾ കുട്ടികളിൽ കൗമാരക്കാരിൽ ഉണ്ടാകാറുണ്ട്. ചിലർ ഈ കൂട്ടത്തിൽ കൂടുതൽ തത്വചിന്തകരായിട്ട് മാറി ഭയങ്കര ന്യായങ്ങളൊക്കെ പറയുന്ന രീതിയിലുള്ള സ്വഭാവ രീതിയിലോട്ട് മാറും. ഇപ്പം ചിലപ്പം ചിലർ ചില തത്വചിന്തകരുടെ നോവലുകളൊക്കെ വായിച്ചിട്ട് ഇപ്പം ബെർട്രൻഡ് റസ്സൽ പോലെയുള്ള തത്വചിന്തകരെ കുറിച്ചിട്ടൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്താനുള്ള, നൈതികതയെക്കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് 15-16 വയസ്സിലുള്ള കുട്ടികളിൽ. അതുപോലെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള വിമർശനാത്മകമായ വീക്ഷണം അവർ പുലർത്താൻ തുടങ്ങും. അതുപോലെ എന്തിനേയും ചോദ്യം ചെയ്യുന്ന പ്രവണത വർദ്ധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മാതാപിതാക്കളുമായിട്ടായിരിക്കും അവർ ഇത്തരം ചിന്തകൾ അവർ കൂടുതൽ പ്രകടിപ്പിക്കാൻ സാധ്യത. ഇതൊരു വശത്ത് നടക്കും. മറുവശത്ത് ചില കുട്ടികൾ അപകർഷതാബോധവും ഉത്കണ്ഠയും പുതിയതായിട്ട് ഉണ്ടാകുന്നതിനൊരു സാഹചര്യം ഉണ്ടാകും ഈ വ്യക്തിതലത്തിൽ, ഈ രണ്ടാം ഘട്ടത്തിൽ വ്യക്തിതലത്തിൽ. ഇതുവരെ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് സഭാകമ്പം പോലെ, ഉത്കണ്ഠ പോലെ, അല്ലെങ്കിൽ അപകർഷതാബോധം, വീട്ടിൽ വരുന്ന ബന്ധുക്കളുമായിട്ട് സ്വന്തക്കാരുമായിട്ട് സംസാരിക്കുന്നതിനൊന്നും നിൽക്കാതെ തന്നെ അവർ വന്നു കഴിയുമ്പോൾ മുറിയിലേക്ക് കയറിപ്പോയി അവർ പോകുന്നത് വരെ മുറിയിൽ ചിലവഴിച്ചതിന് ശേഷം പിന്നെ പുറത്തു വരുന്ന പ്രവണത അങ്ങനെ ചില കുട്ടികളിൽ പുതിയതായിട്ട് തുടങ്ങി. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് വലിയ തോതിലുള്ള വിഷമം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഈ ഘട്ടത്തിൽ തന്നെ വ്യക്തിതലത്തിൽ അവരുടെ ശാരീരിക വളർച്ചയെ തന്നെ കുറച്ചും കൂടി നന്നായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ ജിമ്മിൽ പോകാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കും. ചില മാതാപിതാക്കൾ ഇത് സമ്മതിക്കത്തില്ല, ജിമ്മിൽ പോകുന്നത് വേണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നിരുന്നു. ഇതിൻ്റെ പേരിൽ വീട്ടിനകത്ത് വലിയ തർക്കം വഴക്കം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജിമ്മിലൊക്കെ പോകുന്നതിനുള്ള ശാരീരിക ചിന്തകൾ കുട്ടികൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ അവിടെ പോകുന്ന സ്ഥാപനത്തിനെ കുറിച്ചിട്ട് നല്ല രീതിയിലുള്ള സ്റ്റഡി ചെയ്തിട്ട് വേണം, അങ്ങനത്തെ ആൾക്കാരാണ് അവിടെ വരുന്നത്, അവരുടെ രീതികൾ എന്തെങ്കിലും മയക്കുമരുന്ന് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ. അങ്ങനെ നമ്മൾ അത്തരം പഠനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം നല്ല സെൻ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ശാരീരിക വളർച്ചയ്ക്ക് വേണ്ടി ജിമ്മിൽ പോകുന്നതിൽ തെറ്റില്ല. ആരോഗ്യം പുഷ്ടിപ്പെടുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ജിമ്മിൽ പോകുന്നതിന് പോലെയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണെന്നാണ് നമ്മൾ കാണേണ്ടുന്നത്. മൂന്നാം ഘട്ടമാകുമ്പോഴത്തേക്ക് അവർ പുതിയ മാറ്റവുമായിട്ട്, ശാരീരിക വളർച്ചയെ മാറ്റവുമായിട്ട് ശരിക്കും പറഞ്ഞാൽ അവർ താതാത്മ്യം പ്രാപിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഒരിക്കലൊരു 8ാം ക്ലാസ്സുകാരൻ ചോദിച്ച ഒരു ചോദ്യം നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അടുത്തിടെയായി പുകവലിക്കാനും മദ്യപിക്കാനുമുള്ള ആഗ്രഹം കൂടുന്നു, ഇത് തെറ്റാണോ, എന്തു ചെയ്യും? ശരിക്കും പറഞ്ഞാൽ കൗമാരക്കാരുടെ ഈ പറഞ്ഞ ഘട്ടത്തിൽ, ആദ്യ ഘട്ടത്തിലുള്ള കുട്ടിയുടെ സ്വാഭാവികമായ കൗതുകമാണ്, 12, 13, 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ സ്വാഭാവികമായ കൗതുകമാണ് പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നതിനും അനുഭവിച്ചറിയുന്നതിനുമുള്ള
ഒരു വാഞ്ച അവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അതിൻ്റെ ഒരു നിഷ്കളങ്കമായ ചോദ്യമാണ് പുകവലിക്കാനും മദ്യപിക്കാനുമുള്ള ആഗ്രഹം കൂടുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് കുട്ടിയുമായിട്ട് ചർച്ച ചെയ്ത് കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഇത്തരം ഒരു ചോദ്യം കുട്ടി ഉന്നയിച്ചതിൽ നമ്മൾ അതിശയിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും ആ ചോദ്യം ചോദിക്കാനുള്ള മാനസികാവസ്ഥ കുട്ടിക്കുണ്ടാകുന്നത് നല്ലത് തന്നെ. അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാതെ മനസ്സിൽ വെച്ചിരുന്ന് മറ്റുള്ളവരുമായിട്ടായിരിക്കും ആ വിഷയം ചർച്ച ചെയ്യുന്നത്. അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. അതുപോലെ തന്നെ മാതാപിതാക്കൾ വളരെ പ്രാപ്യരായതുകൊണ്ടാണ്, അപ്രോച്ചബിൾ ആയതുകൊണ്ടാണ് കുട്ടി ഇത്തരത്തിലൊരു ചോദ്യം അച്ഛനോടോ അമ്മയോടോ തന്നെ നേരിട്ട് ചോദിക്കാൻ തയ്യാറാകുന്നത് എന്നുള്ളതും കൂടെ. അതുപോലെ കൗമാര പേരൻറ്റിങ് നല്ല രീതിയിലാണ് ആ കുടുംബത്തിൽ നടക്കുന്നതെന്നും കൂടി കുട്ടിയുടെ ഈ ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി സാമൂഹിക തലത്തിലെ വെല്ലുവിളികളാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. കുട്ടി നേരിടുന്ന സാമൂഹിക തലത്തിലെ വെല്ലുവിളികൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം ഘട്ടത്തിൽ 12-13 വയസ്സ് കാലത്ത് കുട്ടി മാതാപിതാക്കളിൽ നിന്ന് അകന്ന് കൂട്ടുകാരുമായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു സ്വഭാവ രീതി കുട്ടി ഈ ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിൽ സാമൂഹ്യ തലത്തിൽ ഉണ്ടായി വരും. രണ്ടാം ഘട്ടമാകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാരുടെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രവണത കൗമാരക്കാരിൽ വളർന്നു വരും. അപ്പോൾ ഇവിടെയാണ് സിഗരറ്റ് വലി, പുകവലി, അതുപോലെ മദ്യം ഉപയോഗം, 15-16 വയസ്സിൽ മദ്യ ഉപയോഗം, അതുപോലെ തന്നെ സിഗരറ്റ് വലി അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം, MDMA പോലെയുള്ള പരീക്ഷണങ്ങൾ അനുഭവിച്ചറിയുക എന്നുള്ള വാഞ്ചയിലൂടെ കൂട്ടുകാരുടെ സ്വാധീനത്തിൽപ്പെട്ട് അങ്ങനെ അതിലേക്ക് പോകുന്ന ഒരു പ്രവണത ഈ രണ്ടാം ഘട്ടത്തിലെ കൗമാരക്കാരിൽ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അതിൻ്റെ അടിമത്തത്തിലേക്ക് പോവുക, കൂടുതൽ അതിൽ ഒഴിവാക്കാൻ കഴിയാത്തൊരു സാഹചര്യമായി മാറുക, അത്തരത്തിലുള്ള പ്രവണതയും ഈ പറഞ്ഞ സാമൂഹ്യ തലത്തിൽ രണ്ടാം ഘട്ടത്തിൽ കുട്ടികളിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിരവധിയായ കൂടുതൽ കൂട്ടുകാർ ഈ രണ്ടാം ഘട്ടത്തിൽ കുട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. മൂന്നാം ഘട്ടം എത്തുമ്പോഴത്തേക്ക് സ്ഥായിയായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിലേക്ക് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില നല്ല സുഹൃത്തുക്കൾ മാത്രം നിലനിൽക്കും, ബാക്കിയുള്ളവർ ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയായിരിക്കും പൊതുവിൽ എല്ലാ കൗമാരക്കാരിലും ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ കുട്ടി ചോദിച്ച ഒരു ചോദ്യം, ഈ തലത്തിൽ സാമൂഹ്യ തലത്തിൽ കുട്ടി ചോദിച്ച ഒരു ചോദ്യമാണ് നല്ല കൂട്ടുകാരൻ്റെ ലക്ഷണം എന്ത്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടത്തുന്ന വേളയിലാണ് ഇത്തരം ചോദ്യം ഉണ്ടാകുന്നത്. ഫ്രണ്ട്ഷിപ്പ് നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടണമെന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് നല്ല കൂട്ടുകാരെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഇതും വളരെ നിഷ്കളങ്കവും വളരെ കൗതുകകരവുമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ ചില കുട്ടികൾ ചോദിക്കുക, എനിക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ കഴിയുന്നില്ല, മൊബൈൽ അടിമത്തം എനിക്കുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഇതെങ്ങനെ ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയും, അതിൽ നിന്ന് എങ്ങനെ മുമ്പോട്ട് വരാൻ പറ്റുമെന്നുള്ളതാണ് കുട്ടിയുടെ ചോദ്യം. ഇവിടെ നമ്മൾ കാണുന്നത് കുട്ടിക്ക് അത്ര ഒരു കൺസേൺ ഉണ്ട് ഇതിൽ നിന്ന് പിന്മാറണം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു നല്ല ലക്ഷണമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഡിജിറ്റൽ ലിറ്ററസിയെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണത്തിന് പ്രാഗമായ ഒരു കുട്ടിയാണത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഡിജിറ്റൽ ലിറ്ററസിയെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം നടത്തി കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടുന്നത്. ഇനി അടുത്തതായിട്ട് അക്കാദമിക വെല്ലുവിളികൾ. കൗമാരകാലത്ത് കുട്ടികളെ നേരിടുന്ന അക്കാദമിക വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാം ഘട്ടത്തിൽ, അതായത് ഒന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ 12-13-14 വയസ്സിൽ കുട്ടികൾ പറയുന്ന ഒരു പരാതി, ചിന്തകൾ കാട് കയറുന്നു, അവയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല, ബുക്കിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നു. അങ്ങനെ ഇത്തരം പരാതികൾ കുട്ടി നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന ഒരു സ്വഭാവം വരും. അതുപോലെ രണ്ടാം ഘട്ടമാകുമ്പോഴത്തേക്ക് സഭാകമ്പം, ഉത്കണ്ഠ, പരീക്ഷാഭീതി എന്നിവ വർദ്ധിച്ചു വരും. മറ്റു ചിലരിൽ ഇത് കൗമാരഘട്ടത്തിൽ പുതിയതായി ആരംഭിക്കുന്നതായിട്ടും കാണും. സഭാകമ്പം ഇല്ലാത്ത കുട്ടികൾക്ക് പുതിയതായിട്ട് സഭാകമ്പം വരുന്നതായിട്ടും. കൂട്ടുകാർ ഒരുപക്ഷെ കൂടുതൽ മാർക്ക് വാങ്ങിക്കുമ്പോഴത്തേക്ക് കുട്ടിയിൽ അപകർഷതാബോധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് അധ്യാപകരോ മാതാപിതാക്കളോ കുട്ടിയെ താരതമ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിലാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മത്സരാധിഷ്ഠിത അന്തരീക്ഷത്തിൽ കൂട്ടുകാർക്ക് കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയിൽ ഒരു അപകർഷതാബോധം വരാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ അക്കാദമികമായിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ചിലപ്പം ചില കുട്ടികളിൽ പഠന വൈകല്യം ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പഠന വൈകല്യം തിരിച്ചറിഞ്ഞ് കുട്ടിക്ക് മതിയായ തരത്തിലുള്ള പരിശീലന റെമഡിയൽ ടീച്ചിങ് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. മൂന്നാം ഘട്ടമാകുമ്പോഴത്തേക്കും കുട്ടി അക്കാദമികമായ വെല്ലുവിളികൾ ഏറെക്കുറെ നേരിടുന്നതിനുള്ള ശേഷി ആർജിക്കും. അതേസമയത്ത് അക്കാദമികമായ വെല്ലുവിളി ബുദ്ധിമുട്ടുള്ള കുറച്ച് കുട്ടികൾ ഈ ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയപ്പെടുന്നുണ്ട്. അത് പഠന വൈകല്യമുള്ള കുട്ടികളായിരിക്കും, പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് പഠന വൈകല്യം ഈ ഘട്ടത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പരിഹരിക്കേണ്ട ഒരു അവസ്ഥയായിട്ട് മുന്നോട്ട് വരും. ഇത് കുട്ടികളിൽ തിരിച്ചറിഞ്ഞ് അതിനാവശ്യമായ റെമഡിയൽ ടീച്ചിങ് നൽകുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, മാതാപിതാക്കളും അതുപോലെ അധ്യാപകരും. അപ്പോൾ ഈ ഘട്ടത്തിൽ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു. എന്ത് ചെയ്യും, ഇത് ഉറക്കത്തിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് കുട്ടി ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ കാണേണ്ടുന്നത്
പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നെങ്കിൽ നമ്മൾ ഉടനെ ഉറങ്ങരുത്. നമ്മൾ എണീറ്റ് പോയി എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം 1 മിനിറ്റോ 2 മിനിറ്റോ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ 7 മണിക്ക് പഠിക്കാനിരിക്കുന്നു, 7:30 ആകുമ്പോൾ ഉറക്കം വരികയാണെങ്കിൽ 7:30 ആകുമ്പം ഉറക്കം തുടങ്ങുമ്പോൾ എണീറ്റ് പോയി 1 മിനിറ്റ് എന്തെങ്കിലും ചെയ്തിട്ട് 1 മിനിറ്റ് ആയിരിക്കണം തിരിച്ചു വരിക. 9 മണി വരെ പഠിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ 9 മണി വരെ പഠിക്കാനിരിക്കുക. ഉറക്കം വരുമ്പോഴെല്ലാം എണീറ്റ് പോയി എന്തെങ്കിലും ഒരു കാര്യം 1 മിനിറ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വന്ന് പഠനം തുടരുക. അങ്ങനെ ഒരു 2 ആഴ്ച നമ്മൾ 7 മുതൽ 9 മണി വരെയുള്ള സമയത്ത് ഉറക്കം വന്നാൽ ഉറങ്ങാനും പാടില്ല, മറ്റെന്തെങ്കിലും ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്ത് തിരിച്ചു വന്ന് 7 മുതൽ 9 മണി വരെ തുടരുകയും ചെയ്യുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും ഒരു 2 ആഴ്ച 1 മാസത്തിനുള്ളിൽ തന്നെ 7 മണിക്ക് 9 മണിക്ക് ഉറക്കം വരുന്ന ഒരു പ്രവണത ഇല്ലാതായി കിട്ടും. പക്ഷേ അതേ സമയത്ത് ഉറക്കം വരുന്ന ഘട്ടത്തിൽ പോയി ഇത്തിരി നേരം ഉറങ്ങിയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാളെയും അതേ സമയമാകുമ്പോൾ ഉറക്കം വരുന്ന ഒരു സ്വഭാവം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇവിടെ ഞാൻ പറഞ്ഞ രീതിയിലാണ് ഉറക്കം വരുന്ന ഒരു പ്രവണതയെ നമ്മൾ നേരിടേണ്ടതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്.